നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ലഗ്നം മുതൽ 12 ഭാവങ്ങളിലും ശനി നിൽക്കുമ്പോൾ ഒരു വ്യക്തിക്ക് എന്തൊക്കെ ഫലം അനുഭവിക്കണം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ശനി മരണകാരകനാണ്. ശനി കൊടുത്താൽ വാരിക്കോരി കൊടുക്കും, നശിപ്പിച്ചാൽ തീർത്തും നശിപ്പിക്കും. ശനി ലഗ്നത്തിൽ നിന്നാൽ ജാതകൻ മദ്യപാനിയാകും, കലഹശീലനും നീച സ്വഭാവവും ഉണ്ടാകും. ഇവർ മനോദുഃഖം ഉള്ളവരായിരിക്കും. അന്യജനങ്ങളാൽ പീഡിതനും അലസനും മനസ്സിലെപ്പോഴും കാമചിന്തയുള്ളവനുമായിരിക്കും. ശനി ലഗ്നത്തിൻ്റെ 2-ൽ നിന്നാൽ മോഷ്ടാവാകുകയും ധനനേട്ടം ഇല്ലാത്തവനും ധനസമ്പാദനത്തിനായി എന്തു കൃത്യവും ചെയ്യുന്നവനും ബന്ധുക്കളോട് മോശമായി പെരുമാറും. വിദ്യയിൽ ഉന്നതി ഉണ്ടാകുകയില്ല. ശനി ലഗ്നത്തിൻ്റെ 3-ൽ നിന്നാൽ സഹോദരനാശം ഭവിക്കും. ദീർഘായുസ്, നല്ല ഭാര്യ, ഗൃഹം, ധനം, സുഖം എന്നിവ ഉണ്ടാകും. തൻ്റെ കുലത്തിൻ്റെ പ്രധാനിയാവുകയും ചെയ്യും. ശനി ലഗ്നത്തിൻ്റെ 4-ൽ നിന്നാൽ മാതാപിതാക്കൾക്ക് ദോഷമുണ്ടാക്കുന്നവർ ആയിരിക്കും. പിതൃസ്വത്ത് അനുഭവിക്കുവാൻ യോഗമുണ്ടെങ്കിലും ഗൃഹനാശം സംഭവിക്കുവാൻ യോഗമുണ്ട്. വിദേശവാസിയും സഞ്ചാരപ്രിയനുമായിരിക്കും. വിദ്യാഗുണം ഉണ്ടാകുകയില്ല. ശനി ലഗ്നാൽ 5-ൽ നിൽക്കുമ്പോൾ സന്താന ദുഃഖം ഉണ്ടാകും. ധനം, ഐശ്വര്യം, ഈശ്വരവിശ്വാസം എന്നിവയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. ഭാര്യാക്ലേശം ഉണ്ടാകും. ചിലർക്ക് മാനസിക രോഗം ബാധിച്ചേക്കാം. ബന്ധുജനങ്ങളുമായി അകൽച്ചയുണ്ടാകുവാൻ ഇടയുണ്ട്. ശനി ലഗ്നാൽ 6-ൽ നിൽക്കുമ്പോൾ ശത്രുനാശം, ദീർഘായുസ് എന്നിവയുണ്ടാകും. വാദപ്രതിവാദങ്ങളിൽ ജയിക്കും. നാൽക്കാലികളെ കൊണ്ട് ഗുണമുണ്ടാകും. ധനനേട്ടം, അമിതമായി ഭക്ഷിക്കുന്ന ശീലം എന്നിവയുണ്ടാകും. മദ്യപാനത്തിൽ താൽപ്പര്യമുണ്ടാകുകയും ചെയ്യും. ശനി ലഗ്നാൽ 7-ൽ നിന്നാൽ ഭാര്യാനാശവും പുനർവിവാഹ യോഗവും വന്നു ചേരുന്നു. രോഗമുണ്ടാകുകയും വിദ്യാഗുണം ഇല്ലാത്തവനുമായിരിക്കും. ഉച്ചക്ഷേത്രത്തിലോ സ്വക്ഷേത്രമോ 7-ാം രാശിയായി വന്നാൽ ദോഷഫലങ്ങൾ ഉണ്ടാകുകയില്ല. ശനി ലഗ്നത്തിൻ്റെ 8-ൽ നിൽക്കുമ്പോൾ ബുദ്ധിക്കുറവ്, ദീർഘായുസ് എന്നിവയുള്ളവനും ബന്ധുജനങ്ങൾക്ക് ദോഷങ്ങൾ ഉണ്ടാക്കുന്നവനുമായിരിക്കും. ധനവും ആരോഗ്യവും കുറവായിരിക്കും. നേത്രരോഗം, വിദേശവാസം എന്നീ ഫലങ്ങളും അനുഭവപ്പെടാം. ശനി ലഗ്നാൽ 9-ൽ നിന്നാൽ വികലാംഗനാകുകയും അഹങ്കാരിയും ഭീരുവും പിതാവിന് ദോഷം ചെയ്യുന്നവനായി തീരുകയും ചെയ്യുന്നു. ശനി 10-ൽ നിന്നാൽ ധനം, വിദ്യ, കീർത്തി, പദവി, കലാപ്രവർത്തനം എന്നിവയിൽ ഉയർച്ചയും നേട്ടവും ഉണ്ടാകുന്നു. ആരെയും ഭയമില്ലാത്തവനായിരിക്കും. ശനി ലഗ്നാൽ 11-ൽ നിന്നാൽ എല്ലായ്പ്പോഴും ലാഭം തരും. നല്ല പ്രവൃത്തികൾ ചെയ്യും. ഭയരഹിതനും സുഖാനുഭവത്തോടു കൂടിയവനുമായിരിക്കും. ശനി ലഗ്നാൽ 12-ൽ നിന്നാൽ അന്യജനങ്ങളിൽ നിന്ന് ദോഷം ഭവിക്കും. അംഗവൈകല്യത്തിനും സാധ്യതയുണ്ട്. സന്താനഭാഗ്യം കുറഞ്ഞവനും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവനുമായിരിക്കും. ഈ പറഞ്ഞ 12 രാശികളിലും നിൽക്കുന്ന ശനിക്ക് മറ്റു ഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടിയോ ഉണ്ടായാലും, അതുപോലെ ആ ശനി സ്വക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ മൂലത്രികോണ രാശിയിലോ നിന്നാൽ ഈ ഫലങ്ങൾ പൂർണ്ണമായും അനുഭവിക്കുന്നില്ല.